ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അതെ. പുതിയൊരു വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? ഇതിന് 10 ലക്ഷത്തിന് മുകളിൽ പുതിയ വണ്ടിക്ക് വരെ വരും. 10 ലക്ഷത്തിന് മേലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? ഹൈടെക് ബോഡി വരുന്ന വണ്ടി. ഓക്കെ, ഹൈടെക് ബോഡി അല്ലേ? ഓക്കെ, ബോഡിയെ പറ്റി എന്താ പറയാ, ഈ വാഹനങ്ങളുടെ സെക്ഷനിലുള്ളവർക്ക് അറിയാൻ പറ്റും കറക്റ്റ്. ഈ ഹൈടെക് ബോഡി, ഓപ്പൺ ബോഡി, ക്ലോസ്ഡ് ബോഡി ഉണ്ടെങ്കിൽ ഇതിൽ വേറെ വരുന്നുണ്ട്. ഇത് ഹൈടെക് ബോഡിയാണ്. എല്ലാം കൊണ്ട് വണ്ടി ഓടിക്കാനായാലും ശരി, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാം ഫുൾ ഫിറ്റാണ്. മിൽക്കാണ് കൊണ്ടുപോയത്, വലിയ തടിയും ഇതൊന്നും കൊണ്ടുപോയില്ല, ചെറിയ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. ആയിട്ടില്ല വണ്ടി. അപ്പോൾ വണ്ടി ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ? ബോഡി കാര്യമൊന്നും ആയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേയധികം കൊമേഴ്ഷ്യൽ വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ക്യാപ്സ് മോട്ടോഴ്സിലാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് ക്യാപ്സ്. നമ്മുടെ ക്യാപ്സ് കാസിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട് അല്ലേ? അവരുടെ തന്നെയാണ് ഈ ഒരു സ്ഥാപനവും. മുന്നേ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വെച്ചാൽ ഈ ഷോറൂം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. മുന്നേ ഇവരുടെ യാർഡിൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓതറൈസ്ഡ് ഡീലർഷിപ്പ് എടുത്തതിന് ശേഷമുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നല്ല ഫീഡ്ബാക്ക്. അതാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ വന്നത്. നല്ല ഫീഡ്ബാക്ക് ഈ ഒരു സെക്ഷനിലെ ആളുകളും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ അവർക്ക് വേണ്ടി. പ്രത്യേകത എന്ന് വെച്ചാൽ വാറണ്ടി അടക്കം ലഭിക്കുന്ന കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നിങ്ങൾക്ക് കയ്യിലേക്ക് എത്തും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സുഷിനെ സ്വാഗതം ചെയ്യാം. സുഷിൻ, സ്വാഗതം. നമ്മൾ കുറച്ചായില്ലേ ഇപ്പം ഗ്യാപ്പ് വന്നിട്ട്? കുറച്ച് ഗ്യാപ്പായി. വീഡിയോസ് ഭയങ്കര റീച്ച് ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകത ഞാൻ പറഞ്ഞു, വാറണ്ടിയാണ്. പിന്നെ എല്ലാം ചെക്ക് ചെയ്ത് വെച്ച വെഹിക്കിൾസ് എല്ലാം ക്യാപ്സ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യുന്ന വണ്ടികളാണ്. സർവീസ് സെന്ററിൽ ഫുള്ള് സർവീസ് സെന്ററിൽ നിന്ന് ചെക്ക് ചെയ്തെടുക്കുകയാണ്. അതുമാത്രമല്ല പേപ്പേഴ്സും എല്ലാം ഓക്കെ ആക്കിയിട്ട് വണ്ടി കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം വില കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമന്റ്സ് നോർമലായിരുന്നു, വിലപ്പാകം തന്നെയാണ് പറഞ്ഞത്. ഇത്രയും ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതാണ് സാറിന് ഇങ്ങനെ വാഹനമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ റിസ്ക് എടുത്ത് പോയി ചെക്ക് ചെയ്തിട്ട് എടുക്കണം അല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ ഷോറൂമാണ്. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ ചെറുവണ്ണൂർ കുണ്ടായത്തോട്, കോഴിക്കോടാണ്. ചെറുവണ്ണൂർ കുണ്ടായത്തോട്, അതായത് രാമനാട്ടുകര മീൻചന്ത ബൈപ്പാസിൽ അല്ലേ? രാമനാട്ടുകര മീൻചന്ത ബൈപ്പാസിൽ ചെറുവണ്ണൂർ കുണ്ടായത്തോട് എന്ന സ്ഥലത്താണ് ക്യാപ്സ് മോട്ടോഴ്സ് ലൊക്കേഷൻ കറക്റ്റ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. കുറേയധികം വാഹനങ്ങളുണ്ട്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. ഓക്കെ, വീഡിയോയിൽ ഇടും അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ടാറ്റ ഇൻട്രയാണ്. ക്യാപ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സെക്ഷനാണ് ഇൻട്ര അല്ലേ? ഓക്കെ, ഇതിൽ 350 ആണ് സീരീസ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2023 മോഡൽ വണ്ടിയാണ്. AC ആണ് വരുന്നത്. വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. പേപ്പർ എല്ലാം ഫിറ്റ് ആണ്. ഇപ്പോൾ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. എത്ര പേര് ചാർജ്? ഇൻഷുറൻസ് എമൗണ്ട് നമുക്കൊരു 20 റുപ്യൻ്റെ ഉള്ളിലായിട്ട് വരും. ഫുൾ കവർ ഇൻഷുറൻസ്. 20,000 ഫുൾ കവർ ഇൻഷുറൻസ്. 23 മോഡലുണ്ട്. 2023 മോഡലുണ്ട്. അപ്പോൾ പേപ്പർ എന്തായാലും ഇപ്പോൾ എത്ര വർഷത്തേക്കാണ് കിട്ടുക? 5 കൊല്ലത്തേക്കുള്ള ടാക്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ 2 കൊല്ലത്തേക്കുള്ള ഫിറ്റ്നസ് ഉണ്ടാവും. പിന്നെ ഇൻഷുറൻസിന് മാത്രമേ കുറവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗം ഓക്കെയാണ്. ബാക്കിയുള്ള ഒരു വർഷത്തേക്ക് എന്തായാലും എല്ലാ പേപ്പറും എല്ലാം ഓക്കെയാണ്. ബോഡി ഒന്നും കാര്യമായ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ഫ്രണ്ട് നല്ല ടയേഴ്സാണ്. പുറകിൽ ഇതായിട്ടുണ്ട്. ആവറേജ് ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കുന്നത് 740 അതിൽ റേറ്റ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിൽ കമ്പി വർക്ക് എടുത്തിട്ടുണ്ട്. ഷീറ്റ് വർക്ക് എടുത്തിട്ടില്ല, കമ്പി വർക്ക് എടുത്ത വണ്ടിയാണ്. 740 കൊണ്ടുപോകാം ഈ ഒരു വാഹനം. വാറണ്ടിയും വേണമെങ്കിൽ എടുക്കാം, വാറണ്ടിയും കൊടുക്കാം. പിന്നെ ലോൺ എമൗണ്ട് ആണെങ്കിൽ നമുക്കൊരു 6.5, 6.25, ചിലപ്പോൾ 7 വരും ലോൺ പാസ്സാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു കസ്റ്റമർ ആണ്. ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അതെ. പുതിയൊരു വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? ഇതിന് 10 ലക്ഷത്തിന് മുകളിൽ പുതിയ വണ്ടിക്ക് വരെ വരും. 10 ലക്ഷത്തിന് മേലെ ഉണ്ട്. അപ്പോൾ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? വില കുറച്ച് കൊടുത്ത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടിയിലോട്ട് പോകാലോ? വീണ്ടും നമുക്ക് ഒരു ഇൻട്ര തന്നെ കാണാം. ടാറ്റ ഇൻട്ര V30 ആണിത്. KL 13 രജിസ്ട്രേഷൻ. നേരത്തെ കണ്ടത് കുറച്ചും കൂടി ലോഡ് വലിക്കുന്ന V50 എന്ന് പറഞ്ഞാൽ എത്ര വലിക്കും? അത് നമുക്കൊരു 3.5-4 ഒക്കെ സുഖമായിട്ട് വലിച്ചു. ഇതിപ്പോൾ എത്ര വലിക്കാൻ ചാൻസ്? ഇത് നമുക്ക് പേലോഡ് ഉള്ളത് 1.5 അടുത്താണ്. പക്ഷെ എന്നാലും ഈ വണ്ടി ഒരു 2, 2.5, 3 ആ റേഞ്ചിൽ വലിച്ചു പോകും. ഓക്കെ, എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? ഇത് 2023 തന്നെ. 2023 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 6000 ഓടിയിട്ടുള്ളൂ. 6000 ലോ കിലോമീറ്റർ. 19 ഇതൊക്കെ എന്താ വെച്ചാൽ വണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കണം കേട്ടോ. കസ്റ്റമേഴ്സിന് അവരെ ബിസിനസ് വലുതാകുമ്പോൾ അവർക്ക് വലിയ വണ്ടിയിലേക്ക് പോകണത് കൊണ്ട് വന്നാൽ ഇത് കറക്റ്റ് ഒരു വർഷം 15, 12, 23 അതെ അല്ലേ? ഓക്കെ, കറക്റ്റ് ഒരു വർഷം. ഓക്കെ, എന്താ ക്ലെയിം ഉണ്ടോ?
ഒരു ക്ലെയിം വർക്ക് ഒന്നുമില്ല, വണ്ടി ക്ലെയിം ഇല്ല, എല്ലാ സർവീസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. വേറെ നമുക്ക് പറഞ്ഞാൽ ഈ ലോ കിലോമീറ്റർ പല സംശയം എന്തെങ്കിലും മീറ്റർ തിരിച്ചു വെച്ചാണോ അങ്ങനത്തെ ഒന്നുമല്ല. കറക്റ്റ് കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാ വണ്ടികളും വാറണ്ടി കൊടുക്കാൻ പറ്റും, വാറണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. പിന്നെ ലോണും കിട്ടും വണ്ടിക്ക്. ലോണൊക്കെ ആണെങ്കിൽ ഒരു 6.5-6.25 ലോൺ തന്നെ കിട്ടും. ഇതിനിപ്പോൾ എത്ര ചോദ്യം? ഇത് നമ്മൾ 7,400 രൂപ ചോദിച്ചിട്ടുള്ളൂ. 7,25,000 2023 V30 ഇൻട്ര ഹൈടെക് ബോഡി വരുന്ന വണ്ടി. ഓക്കെ, ഹൈടെക് ബോഡി അല്ല. ഓക്കെ, ബോഡിയെ പറ്റി എന്താ പറയാ, ഈ വാഹനങ്ങളുടെ സെക്ഷനിലുള്ളവർക്ക് അറിയാൻ പറ്റും കറക്റ്റ്. ഈ ഹൈടെക് ബോഡി, ഓപ്പൺ ബോഡി, ക്ലോസ്ഡ് ബോഡി ഉണ്ടെങ്കിൽ ഇതിൽ വേറെ വരുന്നുണ്ട്. ഇത് ഹൈടെക് ബോഡിയാണ്. ഹൈടെക് ബോഡി അല്ല. ഓക്കെ, അപ്പോൾ ഓരോ പർപ്പസിനാണ് ഓരോരുത്തരും എടുക്കുക. അങ്ങനത്തെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. 7,30,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അടുത്ത വണ്ടി 7,30. ശരി ശരി. ഇപ്പം നമ്മൾ രണ്ടും കണ്ടത് അത്യാവശ്യം പുതിയ മോഡലാണ്. ഇത് മഹീന്ദ്രയുടെ സുപ്രോ. കണ്ടിട്ട് ലേശം ഓടിയതാണ് അല്ലേ? കണ്ടിട്ട് ലേശം ഓടിയാന്ന് തോന്നുന്നു. ഇല്ല, അത് കുറച്ച് പൊടി മണ്ണ് പിടിച്ചെടുക്കണുള്ളൂ. 2023 മോഡൽ വണ്ടിയാണ്. 23 വണ്ടി വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളൊന്നും ചെയ്തില്ല, എടുത്തതേ കോലത്തിന്. അതായത് കസ്റ്റമർക്ക് അവർക്ക് നമ്മുടെ കമ്പിന്റെയും സിമെന്റിന്റെയും കടയായിരുന്നു. അവരത് മാത്രം കൊണ്ടുപോയ ഒരു വണ്ടി അത്. അപ്പം കിലോമീറ്റർ ആകെ 45 ഓടിയിട്ടുള്ള വണ്ടി. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുള്ളിക്കാരനും അതേമാതിരി നമ്മുടെ വണ്ടികളിലേക്ക് ഒന്ന് കണ്ടപ്പോൾ ടാറ്റയിലേക്ക് മാറാനുള്ള ഇത് വന്നപ്പോൾ ഒരു അപ്ഗ്രേഡിംഗ് മൈൻഡ് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് വന്ന വണ്ടി. എക്സ്ചേഞ്ച് എടുത്ത വണ്ടി മഹീന്ദ്ര സുപ്രോ. മഹീന്ദ്ര സുപ്രോ VX. ഓക്കെ, ഇത് കിലോമീറ്റർ ഓടി നമുക്ക് ഈ 45 ഓടിയിട്ടേ ഉള്ളൂ. പിന്നെ വേറെ ആക്സിഡന്റ് അങ്ങനത്തെ വർക്ക് നല്ല വണ്ടിയാണ്. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ഒരു 6 മാസത്തിൽ വാറണ്ടി കൊടുക്കാം. നമ്മളത് രീതിയിൽ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വണ്ടികൾ നല്ല, അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ചെക്കിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടുത്തെ എക്സിക്യൂട്ടീവ്സും. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് അവിടുത്തെ സർവീസിലെ അഡ്വൈസറൊക്കെ എന്താ പറയുക, അവർ നോക്കി തന്നെ ചെക്ക് ചെയ്ത വണ്ടിയെ കൊണ്ട് നമുക്ക് പിന്നെ വലിയ കുഴപ്പങ്ങളില്ല. ഓക്കെ, പിന്നെ വേറെ ആക്സിഡന്റ് വർക്കായിട്ടൊന്നും ഇല്ല. അതുമാതിരി റെസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വണ്ടിയിലില്ല. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ 25 വരെ പേപ്പേഴ്സ് ഒക്കെ ഫിറ്റ് ആയിരിക്കും. എല്ലാ പേപ്പറും ഫുൾ ഫിറ്റാണ്. എല്ലാ ഇൻഷുറൻസും എല്ലാം. ഇതെത്രയാ കപ്പാസിറ്റി? എത്രയാ ഇതിന് വരുന്നത്? 110 അടുത്താണ് പേലോഡ് കപ്പാസിറ്റി വരുന്നത്. ഇതൊരു 1.5-1.25 രണ്ടിൻ്റെ ചോടായിട്ട് കയറിപ്പോകും, വലിക്കാൻ പറ്റില്ല. ഓക്കെ, പ്രൈസിങ് ഇത് നമുക്ക് വരുന്നത് 4,400 നമ്മൾ ചോദിച്ചത്. പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് റേറ്റിൽ അഡ്ജസ്റ്റ് കൊടുക്കാം. 4,25 2023 45,000 കിലോമീറ്റർ ഓടിയ മഹീന്ദ്ര സുപ്ര കൊണ്ടുപോകാം. ലോണാണെങ്കിൽ ഒരു 3.25-4 ലക്ഷം രൂപ ലോൺ കിട്ടും. സുപ്രോ, ഞാൻ പ്രാന്ന് പറയാം, സോറി. സുപ്രോ കൊണ്ടുപോകാം. ഓക്കെ, മാക്സിമം ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സ്വന്തമാക്കണമെന്നുണ്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. നല്ല മോഡലുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജാണ് എത്ര ഉണ്ട്? ഒരു 20ന്റെ മുകളിൽ മൈലേജ്. ലോഡിംഗ് ആണെങ്കിൽ 20 അടുത്ത് എന്തായാലും കിട്ടും. ഇതിന് ഒരു നമുക്കൊരു നമ്മുടെ ലോഡിംഗ് കപ്പാസിറ്റി മാതിരി നമ്മളെല്ലാം പറയുന്നത് ഒരു 20 എന്തായാലും കിട്ടുന്ന ഒരു മൈലേജ്. അടുത്ത ടാറ്റ ഏസ് ഗോൾഡ് ആണ്. അതെ, ഒരു മിൽക്ക് സർവീസ് അല്ല? മിൽക്ക് സർവീസിന് പോയ വണ്ടിയാണ്. 2021 മോഡലാണ്. 21. അതെ. അപ്പോൾ അതിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അവര്? ഇല്ല, ഇത് ഓപ്പൺ ബോഡിയാണ് ശരിക്കും ഈ വണ്ടി. അത് അവർക്ക് മിൽക്ക് കൊണ്ടാൻ വേണ്ടി സൗകര്യം മാത്രം ഷീറ്റ് ഇട്ടുന്നുള്ളൂ. വണ്ടി ഓപ്പൺ ബോഡിയാണ്. ഇതിന്റെ ബാക്കിൽ ഇതിന് ഷീറ്റ് വെയിലൊക്കെ അടിച്ചിട്ടുണ്ട് എല്ലാം. അതായത് ഓപ്പൺ ബോഡിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും വണ്ടിയിൽ ഉണ്ട് ഓൾറെഡി. അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ഷീറ്റ് അടിച്ചിട്ടുള്ളൂ. 2021. അതെ. പക്ഷേ ഈ കിലോമീറ്റർ ആകെ 12,000 ഓടിയിട്ടുള്ളൂ വണ്ടി. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാം. ഓക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഉള്ള ഒരു പർപ്പസ് മിൽക്ക് എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോകാം. രാവിലത്തെ ഒരു പണി മാത്രം വണ്ടി പോയിട്ടുള്ളൂ. വേറെ അല്ലാണ്ടുള്ള വേറെ യാതൊരു ഓട്ടത്തിലും അങ്ങനെ ഒന്നുമില്ല. അതിന്റെ ക്വാളിറ്റി വണ്ടിയിലുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് വണ്ടി ഓടിക്കാനായാലും ശരി, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാം ഫുൾ ഫിറ്റാണ്. മിൽക്കാണ് കൊണ്ടുപോയത്. വലിയ തടിയും ഇതൊന്നും കൊണ്ടുപോയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. ഒന്നും ആയിട്ടില്ല വണ്ടി. അപ്പോൾ വണ്ടി ഒന്നും ആയിട്ടുണ്ടാവില്ല. ബോഡി കാര്യമൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും പുതിയ വണ്ടി തന്നെ, പുതിയ വണ്ടി എടുക്കുന്ന മാതിരി തന്നെയുള്ള ഓടിക്കാനൊക്കെ ഉള്ള ഒരു ഫിറ്റുള്ള വണ്ടിയാണ് അത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചെറിയ സർവീസാണ് നടത്തിയത്. 21 മോഡല്, ലോ കിലോമീറ്റർ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. ഇതിപ്പോൾ നിൽക്കുന്ന സെക്കൻഡിലേക്കാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സ്ചേഞ്ചിന് ആവശ്യം വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. അതുകൊണ്ട് എത്ര കൊടുക്കുക ഇതിപ്പോൾ? ഇത് നമുക്കൊരു 2.25 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും റേറ്റ് നമുക്കൊന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിൽ 2-2.25 ലക്ഷം രൂപ ലോണും കയറും. നമ്മുടെ കസ്റ്റമർ 2 കൺഫേം ആണ്. 50 to 75 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. 2,75,000 രൂപയ്ക്ക് 2021 ഏസ് ഗോൾഡ് ആണ്. ഏസ് ഗോൾഡ് നോർമൽ എത്ര ലോഡ് വലിക്കും? ഇതിന്റെ പേരോട് വരുന്നത് 800 സംതിങ് ആണ്. പക്ഷെ 1.5
നമുക്ക് രണ്ടിനുള്ളിലായിട്ട് കയറി പോകാറുണ്ട്. 1.5 വരെയൊക്കെ ലോഡും വലിക്കുന്നുണ്ട്. പെട്രോൾ വണ്ടിയാണ് വരുന്നത്. നമുക്ക് കമ്പനി മൈലേജ് 24 പറയുന്നുണ്ട്. എന്നാലും ഒരു 18 അടുത്താണ് ഇതിന് കിട്ടുന്ന ഒരു മൈലേജ് പെർഫോമൻസ്. ലോഡിങ്ങിൽ കിട്ടുന്ന ഒരു മൈലേജ് പെർഫോമൻസ് 18 അടുത്താണ്. പിന്നെ ഇത് വരുന്നത് 5 ഗിയർ വണ്ടി വരുന്നത്. 5 ഗിയർ വണ്ടി വരുന്നത്. 5 ഗിയർ വണ്ടി. ഇതിൽ 4 ഗിയർ ഉണ്ടാവില്ല? 4 ഗിയർ 5 ഗിയർ അങ്ങനെ ഉണ്ട്. ഇത് 5 ഗിയർ വണ്ടി. 5 ഗിയർ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ കണ്ടു, മഹീന്ദ്ര കണ്ടു, ഇനി സുസുക്കിയിലേക്ക് വരാം. സുസുക്കി സൂപ്പർ ക്യാരിയാണ്, ടർബോ അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2019 മോഡല് ഡീസലാണ് വണ്ടി വരുന്നത്. ഓക്കെ, ഇത് വരുന്നത് ക്ലോസ്ഡ് ബോഡി തന്നെയാണ് വണ്ടി. ക്ലോസ്ഡ് ബോഡി ജസ്റ്റ് ക്ലോസ്ഡ് ആണോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്ത്? ക്ലോസ്ഡ് ബോഡി, ഫുൾ ക്ലോസ്ഡ് ബോഡി. അതായത് ഷീറ്റ് അടിച്ചിട്ട് കണ്ടെയ്നർ ബോഡി മാറി ഷീറ്റ് അടിച്ചില്ല ക്ലോസ്ഡ് ബോഡി വണ്ടി. അതായത് ഈ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക അങ്ങനത്തെ പർപ്പസ് കണ്ടല്ലോ, അത് നനയാൻ പറ്റാത്ത ഐറ്റംസ് അങ്ങനത്തെ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പെർഫോമൻസ് ഉണ്ട്, നല്ല പവറുള്ള വണ്ടിയാണ്. മൈലേജ് എന്തായാലും ഒരു 20 മുകളിൽ മൈലേജ് കൺഫേം ആയി ലോഡിൽ. ഓക്കെ, ഇത് എത്രയാണ് ലോഡിംഗ് കപ്പാസിറ്റി? എങ്ങനെ ഇതിന് വരുന്നത് ഇതേമാതിരി 1 ടണ്ണിന് അടുത്താണ് ലോഡ് വരുന്നത്, കപ്പാസിറ്റി വരുന്നത്. 1.5-1.25 ഇത് വണ്ടി കയറി പോകുന്നുണ്ട്. ഓക്കെ, പേപ്പേഴ്സിന്റെ അവസ്ഥ? പേപ്പേഴ്സ് എല്ലാം ഫിറ്റ്. ഇവിടെ കൊടുക്കുന്ന എല്ലാ വണ്ടി പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഒരു വണ്ടി പോലും പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കില്ല. നമുക്ക് പേര് മാറൽ നിർബന്ധമാണ്. അതായത് നമ്മുടെ കസ്റ്റമർ നമുക്ക് വണ്ടി തരുന്നതാണല്ലോ. ഇൻ കേസ് വണ്ടിയിൽ പോകണ ഒരു തട്ടലോ മുട്ടലോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കസ്റ്റമർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനത്തെ വേണ്ട. അതേമാതിരി എടുക്കുന്ന ആർക്കും അതാണ് സൗകര്യം. അവരെ പേരിലുള്ള വണ്ടി ആകുമ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എല്ലാം കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ കെയർ ചെയ്യാം. ഒരു തട്ട് കെട്ടിയ ഇൻഷുറൻസിന് കാര്യത്തിന് വേണ്ടി മറ്റൊരിടത്ത് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ അവരുടെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്യാം. ഓട്ടോ എത്രയാ? ഇത് കിലോമീറ്റർ ഓടിയത് 1,37,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3,500 രൂപ കൊടുക്കാൻ വേണ്ടി. 3,25,000 2019 സൂപ്പർ ക്യാരി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ബോഡി അങ്ങനെ ഡാമേജോ കാര്യമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നല്ല ബോഡിയാണ്. ഒന്നുമില്ല. ഓക്കെ, ഡാമേജസ് ആയിട്ട് അങ്ങനെ റെസ്റ്റ് കാണൊന്നുമില്ല വണ്ടി. ലോൺ എത്ര കിട്ടും? ലോൺ ഇതിനൊരു 2,500 രൂപ 2.5 വരെ ലോൺ കിട്ടും വണ്ടിക്ക് മാക്സിമം കിട്ടും. നല്ല മൈലേജ് കിട്ടുന്നത് ഇന്ന് ഈ ഒരു സെഗ്മെന്റിലും അതേപോലെ തന്നെ പാസഞ്ചർ സെഗ്മെന്റിലും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനമാണിത്. ജീറ്റോ ആണ്, മഹീന്ദ്രയുടെ ജീറ്റോ പ്ലസ് ആണല്ലോ ഇത്? ജീറ്റോ പ്ലസ്. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2021 മോഡൽ വണ്ടി. വണ്ടി വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ജീറ്റോയും പിന്നെ അകത്ത് കാണിച്ചത് നമ്മുടെ സുപ്രോ ഇല്ലേ, രണ്ടും ആ ഒരു കമ്പനീന്റെ വണ്ടിയായിരുന്നു. അവർ മഹീന്ദ്ര മാത്രമേ എടുക്കുന്നുള്ളൂ? അവര് മഹീന്ദ്രയാണ് ഞങ്ങളുടെ അടുത്ത് കണ്ടത്. ഒരു ടാറ്റയ്ക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ഞങ്ങൾ എക്സ്ചേഞ്ച് എടുത്ത 2 വണ്ടികളാണ് ഈ ജീറ്റോയും സുപ്രോയും. എല്ലാം ഓടിച്ചു നോക്കിയാൽ നമുക്ക് ഓരോന്നിന്റെ അഭിപ്രായം. അതെ അതെ അതെ, അവർക്കൊണ്ട് ഒരു മാറ്റം തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടാറ്റയ്ക്ക് വന്നിരിക്കും. തീർച്ചയായും ഇത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന. നല്ല മൈലേജ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി വരുന്ന ടൈപ്പാണ്. ലോഡിംഗ് എത്രയാ? ലോഡിംഗ് ഒക്കെ ഒരു 1 ടണ്ണിന് ചോടെ ഉള്ളത്, പേലോഡ് ഉള്ളത്. പക്ഷെ എന്നാലും ഒരു 1.5-1.25 വരെ കയറി പോകുന്നുണ്ട്. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. മൈലേജ് കൺഫേം ആയി. പിന്നെ ഓട്ടം 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള 2021 65,000 ഓടി. പക്ഷെ ഇതിന്റെ ബോഡിയൊക്കെ നല്ല ക്ലീൻ ആക്കി പെയിന്റ് ചെയ്ത് മറ്റേ വണ്ടിന്റെ അതേമാതിരി ചെറിയ ചെറിയ പെയിന്റിംഗ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് വന്ന സമയത്ത് ഒന്ന് വർക്ക് കൊടുത്തു നോക്കിയതാണ്. അപ്പം പെയിന്റ് അടിച്ചപ്പോൾ മൂപ്പളാകെ ഒരു പുതിയ വണ്ടി മാറി. എല്ലാം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേപ്പർ ഭാഗങ്ങളെല്ലാം ഫുൾ ഫിറ്റ് ആണ്, എല്ലാം ഓക്കെയാണ്. എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ വണ്ടിക്ക്. ഇത് നമ്മൾ 3.25 ചോദിക്കുന്നത്. നമുക്ക് എന്റെ റേറ്റ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ലോൺ ആണെങ്കിൽ ഒരു 3.5-3.25 ചിലപ്പോൾ ലോൺ തന്നെ പാസ്സാവും വണ്ടിക്ക്. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വാഹനമാണ് ജീറ്റോ പ്ലസ് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് എയ്സ് മെഗാ. ഈ എക്സൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ലാർജ് തന്നെയാണ്? എക്സ്ട്രാ ലാർജ് തന്നെ. ഇത് പവർ സ്റ്റീരിയോ ടൈപ്പ് വണ്ടി. ഇത് 2019 മോഡൽ വണ്ടിയാണ്. വണ്ടി എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ്. ഷീറ്റ് വെയിലൊക്കെ അടിച്ച വണ്ടിയാണ്. പുതിയ വണ്ടി റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിന്റെ പേപ്പർ ഫുൾ ഫിറ്റാണ്. നമ്മൾ അടുത്ത കാലത്ത് എടുത്താൽ ഇത്രയും ഫിറ്റ് ആയിട്ട് വന്നൊരു പേപ്പർ ഫിറ്റ് വേണ്ടി വേറുന്നില്ല. ഒരു എല്ലാ വണ്ടി നമുക്ക് ഇൻഷുറൻസ് എടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുണ്ടോ, അല്ലെങ്കിൽ ക്ഷേമനിധി അടയ്ക്കാനുണ്ടോ. ഇതിന്റെ ക്ഷേമനിധി പേപ്പർ വരെ ഈ വണ്ടിന്റെ ഫിറ്റ് ആണ്. ഇപ്പൊ ഈ മാസം ക്ഷേമനിധി അടച്ചിട്ട് ഫിറ്റായ വണ്ടി അത്. മോഡല് ഇത് കിലോമീറ്റർ 65-നുള്ളിലാണ് പോയിട്ടുള്ളത്. ഇതിനകത്ത് വലിയൊരു ഓട്ടമല്ല. വലിയ ഓട്ടമില്ല. ഈ ഒരു കൊമേഴ്ഷ്യൽ വണ്ടികളെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയി. ഓക്കെ, പുതിയ പേപ്പറാണെല്ലാം. എത്ര കൊടുക്കാൻ പറ്റും? നമ്മള് ചോദിക്കുന്നത് 2.25 നമുക്ക് എന്തെങ്കിലും റേറ്റ് ഒക്കെ ഒന്നും കൂടി സംസാരിച്ചിട്ട് ഞാൻ ചെയ്യാനുള്ള മാക്സിമം ചെയ്തുതരാം. ലോണൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 25,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. 2.25 ഈ ഒരു 2019 എയ്സ് മെഗാ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതിനും നമുക്ക് വാറണ്ടി ഒക്കെ എടുക്കാൻ പറ്റുമോ? ഈ ഒരു സെഗ്മെന്റ് അടുത്ത എയ്സ് ഗോൾഡ് ആണ്. KL 84 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2020 മോഡല് എയ്സ് ഗോൾഡ് പെട്രോൾ. ഇത് വരുന്നത് ക്ലോസ്ഡ് ബോഡിയാണ്.
പേപ്പറിലൊക്കെ ക്ലോസ് ബോഡിയുള്ള വണ്ടിയാണ്. ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി പേപ്പർ ഭാഗം എല്ലാ ഭാഗം ഫുൾ ഫിറ്റ് ഉള്ള വണ്ടി. എത്ര ഓട്ടം പോയി? ഇത് 40 സംതിങ് 50 ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത്. വേറെ വണ്ടി നല്ല വണ്ടിയാണ്. അതിൽ എല്ലാ ഭാഗവും കാര്യങ്ങളും ടയർ ഭാഗവും എല്ലാ ഭാഗവും ഫുൾ ഫിറ്റ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും. ഓക്കെ. അപ്പോൾ 2020 മോഡൽ ഏസ് ഗോൾഡ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ചോദിക്കുന്നത്. നമ്മൾ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ നമ്മൾ ട്രൈ ചെയ്യാവുന്ന കാര്യം. 2.5 ലോൺ എന്തായാലും കിട്ടും ക്ലോസ് ബോഡിയെ കൊണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 15-16 മൈലേജ് കിട്ടും. നമ്മളെ കമ്പനി ഞാൻ പറഞ്ഞല്ലോ 24 ഉണ്ടെന്ന്. 16 അല്ല, ഒരു 18 എടുത്ത് എന്തായാലും കിട്ടും വണ്ടി ആണെങ്കിൽ. അടുത്ത ഏസിന്റെ ഒരു ഡീസൽ വാഹനമാണ് ഏസ് ഗോൾഡ് HT KL 11 കോഴിക്കോട് വണ്ടി. എങ്ങനെയാ? ഇത് 2016-17 വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് വേറെ നല്ലൊരു വണ്ടി. അത് 90-അടുത്താണ് വണ്ടി ഓടിയത്. എല്ലാം പ്രോപ്പർ സർവീസൊക്കെ പോയി കമ്പനി പോയ വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് ചോദിക്കുന്നത് 2,65,000 രൂപ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ റേറ്റ് സംസാരിച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. ഇത് ഒരു 1.5 ലെവലല്ലേ വലിക്കുക? അതിനെ വലിക്കുള്ളൂ. ഇതൊക്കെ ഇവരെല്ലാവരും ഒരേ സെഗ്മെന്റ് പെട്ട ആൾക്കാരാണ്. ഒരേ സെഗ്മെന്റ് തന്നെയാണ്. ഇത് നമുക്ക് ലോൺ ആണെങ്കിൽ ഒരു 2.5-2.5 ലോണും കിട്ടും വണ്ടി. ഇത് നേരത്തെ നമ്മൾ G10 കൊണ്ട് പറഞ്ഞ തന്നെ നീറ്റാക്കി വെച്ചേക്കാണ്. ആൾക്ക് ചോദിച്ചു തരുന്ന വണ്ടിയാണ്. HT പറഞ്ഞിട്ടൊക്കെ ചോദിച്ചു തരുന്ന വണ്ടി. ഓക്കെ. എൻക്വയറി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നല്ല ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കൊണ്ടുവരുമ്പോൾ വണ്ടി വൃത്തി ഉണ്ടായിരുന്നു. അല്ലാതെ ചില്ലറ പെയിന്റ് വർക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്ത് പഠിച്ചു. മാക്സിമം ലോൺ കിട്ടും. ലോൺ കിട്ടും. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ വാഹനം അശോക് ലേലൻ ദോസ്ത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു തന്നു അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2020 മോഡല് സ്ട്രോങ് ആണ് വരുന്നത്. AC ആണ് വണ്ടി വരുന്നത്. AC വണ്ടിയാണ്. AC ആണ്, സ്ട്രോങ് ആണ് വണ്ടി. നല്ല വണ്ടിയാണ്, ഫുൾ ഫിറ്റ് ആണ് വണ്ടി. ബാക്കിൽ നല്ല ഷീറ്റ് വെയില് നല്ല കനത്തിലുള്ള ഒരു 10-60,000 ഉറുപ്പ്യന്റെ ഫിറ്റിംഗ് തന്നെ വണ്ടിയുടെ മുകളിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കേരി എന്താ പറയുക അതിന്റെ മെറ്റൽ വർക്ക് എടുത്തിട്ട്. പിന്നെ ഇതിപ്പോ വണ്ടി ഇപ്പം ബ്രേക്ക് തെറ്റി കിടക്കാണ്. നമ്മൾ ഇതിനിപ്പം പുതിയ ബ്രേക്കും പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് ഷാമിതി പേപ്പർ എല്ലാ വണ്ടി ഫുൾ ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനൊരു 5.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 2020 മോഡൽ വണ്ടി. 5,75,000 രൂപക്ക് ദോസ്ത് അല്ല? ഇതിനിപ്പം ലോൺ എമൗണ്ട് ആണെങ്കിൽ നമുക്കൊരു 5.5 ഉറുപ്പ്യ വരെ ലോണും കയറും. 25,000 കണ്ട ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫുൾ പേപ്പർ ചെയ്തതിന് ശേഷമുള്ള വിലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് വാഹനങ്ങൾക്കും വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങൾ, വാറണ്ടി കാര്യങ്ങളുണ്ട്. പിന്നെ ലോണും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ എല്ലാ വണ്ടികളും ഒരു ജെനുവിൻ ഉള്ള വണ്ടികളാണ്. ചെക്ക് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾക്ക് ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ തന്നെ നമുക്കൊരു 10-60 കസ്റ്റമേഴ്സിന് മുകളിലായി ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇവരാരും കംപ്ലൈന്റ് പറഞ്ഞിട്ട് വന്നിട്ടില്ല. നമ്മളെ വീഡിയോ ഈ ഒരു ആളുകളിലേക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എത്താൻ പറ്റുന്നുണ്ട്, അവർക്ക് സഹായമാവുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. അപ്പോൾ ഒന്നുമില്ല, കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കാർണുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലേ? അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.